വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു എക്സിബിഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് തന്നെ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, എൻ്റെ ഇത്താടെ വീട്ടിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇത് അവിടെ കാബ അവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മക്ക ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത് ഉംറയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പഴയകാല ഖുറാൻ കളക്ഷൻസാണ് അവർ വെച്ചേക്കുന്നത്. ഇത് ഈ മദ്രസയിലുള്ള തന്നെ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പുറത്തുനിന്ന് കൊല്ലത്തുനിന്നൊക്കെ വന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇത് ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ ലെങ്ത് കൂടുന്നതിനാൽ കുറച്ചൊക്കെയാണ് ഞാനിങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്ത് വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഖുറാനുകൾ പലതരത്തിലുള്ളത്, മുമ്പുണ്ടായിരുന്നത് മുതലുള്ളതൊക്കെ ഉണ്ട്. പഴയത് മുതൽ പുതിയത് വരെയുള്ള എല്ലാ കളക്ഷൻസും അവർ വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഖുറാന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ എന്നാണ് പറഞ്ഞിട്ട് അവിടെ വെച്ചിരുന്നത്. പിന്നെ ഖുറാൻ എഴുതിയിട്ടുള്ള ചെമ്പ് പാത്രങ്ങൾ, ഇതൊക്കെ പുരാതന വസ്തുക്കൾ കുറേ അവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഒരു സഹോദരൻ, കണ്ണ് കാണാത്തൊരു സഹോദരനാണ് ഖുറാൻ ഓതുന്നതാണ്. അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ലെങ്കിലും അവർ കൈകൊണ്ട് ടച്ച് ചെയ്തിട്ട് അവർക്കായിട്ടുള്ള ഒരു ബുക്സ് ഉണ്ട്. അതിൽ തന്നെ ഖുറാൻ്റെ അവർക്കറിയാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് കുരുകുരാന്ന് കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ കൈ വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് അത് വായിക്കാൻ പറ്റും. അതിനായിട്ട് പ്രത്യേക ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ യൂസ് ചെയ്തിരുന്ന അക്ഷരങ്ങൾ ഒക്കെ ആണ്. ഇത് ഒരാൾ കണ്ണ് കാണാൻ കഴിയാത്ത ഒരാളാണ്. അങ്ങനെ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ബാലരാമപുരം പള്ളിയിൽ പഴയ കാലത്ത് ജുമായ്ക്ക് എടുക്കുന്ന കുത്തുബ ആളായിരുന്നു പഴയകാല ആൾ. ഇത് അതുപോലെ അവർ ഓരോ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നബിയുടെ ചരിത്രങ്ങളിലുള്ളതൊക്കെയാണ്. ഒത്തിരി 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 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കത് പറഞ്ഞു തരുന്നതുകൊണ്ടിരുന്നാൽ അത്രയും ടൈം എടുക്കും. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇതൊക്കെ പണ്ട് കാലത്ത് അവർ താമസിച്ചിരുന്ന വീടുകളും കാര്യങ്ങളും ഒക്കെയാണ് മക്കൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊത്തിരി പറഞ്ഞു തരുന്നുമുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ലെങ്ത്തിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുക്കിംഗ് വീഡിയോസായിട്ടൊക്കെ വരാൻ ഇത്തിരി തിരക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോസൊന്നും ഇടാത്തത്. കുക്കിംഗ് വീഡിയോസ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് തെർമോക്കോളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മക്ക മദീനയാണ്. പിന്നെ ഇത് തേനീച്ച ഇത് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ പണ്ട് കാലത്ത് നബിയുടെ ഭാര്യമാരുടെ വീട്, അങ്ങനെ പള്ളി, അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന വീടുകളും കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്തതാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരവിടെ അഭിപ്രായം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എല്ലാത്തിലും എല്ലാ രീതിയിലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഇത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഒട്ടകത്തിനെ കുറിച്ച് പറയുന്നതാണ്. നന്നായിട്ട് ആ കുഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കുതിരയും ഒട്ടകവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു കാഴ്ചയായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.